വെൽക്കം ടു മൂവി ബ്രാൻഡ്. യൂട്യൂബ് സിനിമ റിവ്യൂകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് രംഗത്തെത്തിയത്. അംഗം അട്ടഹാസം എന്ന സിനിമയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു തുടർന്നു പറച്ചിൽ. അണിയറ പ്രവർത്തകരടക്കം രംഗത്തെത്തി പറഞ്ഞത് ചിത്രം പുറത്തിറങ്ങിയ ആദ്യ ഷോയ്ക്ക് പിന്നാലെ യൂട്യൂബർ നൽകിയിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ ആണ് സിനിമ നഷ്ടമാകാൻ കാരണം, അല്ലെങ്കിൽ സിനിമ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ കാരണമായത് എന്നുള്ളതായിരുന്നു. നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ യൂട്യൂബർമാരിൽ ഒരാൾ തന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചതായാണ് നിർമ്മാതാവ് വ്യക്തമാക്കിയത്. ആരോപണത്തിന് പിന്നാലെ മറുപടിയുമായിട്ട് ഇപ്പോൾ ആ യൂട്യൂബർ തന്നെ രംഗത്തേക്ക് വരുന്നു. ആരോപണമുണ്ടായിരുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന യൂട്യൂബർ ആയിരുന്നു. അയാൾ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് രംഗത്തേക്ക് വരികയാണ്. ചിത്രത്തിലെ നായകനായ മാധവ് സുരേഷ് തെളിവുകൾ ഹാജരാക്കണമെന്നാണ് ആ യൂട്യൂബറിന്റെ ആവശ്യം. നടന്റേത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് എന്നും നിയമ നടപടിയുമായിട്ട് മുന്നോട്ടു പോകുമെന്നും അശ്വന്ത് കോക്ക് പറയുന്നു. യൂട്യൂബ് വീഡിയോയിലൂടെയായിരുന്നു അശ്വന്തിന്റെ പ്രതികരണം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുന്നു 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന്. ഞാൻ ഓൺ റെക്കോർഡ് പറയുകയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് തെളിവ് നിങ്ങളുടെ അടുത്തുണ്ടോ? അത് ഞാൻ ആവശ്യപ്പെടുന്നു. എടാ, നീ പറയുന്നതിന് ഒരു മിനിമം മര്യാദ വേണമെന്നുള്ള മോശമായിട്ടുള്ള ഭാഷയും അശ്വന്ത് ഉപയോഗിക്കുന്നുണ്ട്. തന്നെ നാണം കെടുത്താൻ 1 ലക്ഷം രൂപ ഉലുവയാണോ ചോദിക്കുക? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും അവർ ഈ പടം കാണുകയില്ല എന്നും അത്രയും മോശം പടമാണ് എന്നും ആവർത്തിക്കുന്നു അശ്വന്ത്. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം. എന്നിട്ട് ഈ മാന്യൻ ഇരുന്ന് പറയുകയാണ് 1 ലക്ഷം രൂപ താൻ ആവശ്യപ്പെട്ടു എന്ന്. ഞാൻ ഇതിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. പൈസ ആവശ്യപ്പെട്ടതിന് തെളിവ് കാണിക്കണം. ആ തെളിവ് അതാണ് താൻ ആവശ്യപ്പെടുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എൻ്റെ ആൾക്കാരാണ് ഇവനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതും ഒക്കെ ഈ പറയുന്നുണ്ട്. എൻ്റെ ഏത് ആൾക്കാരാണ് ഇത്തരത്തിൽ ബന്ധപ്പെട്ടത് എന്നുള്ള രീതിയിൽ മാധവ് സുരേഷ് അടക്കമുള്ളവർ നടത്തിയിരിക്കുന്ന പ്രസ് മീറ്റിനെതിരെയാണ് ഇപ്പോൾ അശ്വന്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അച്ഛൻ്റെ വലിയൊരു ഫാനായിട്ടുള്ള താൻ ഒരിക്കലും ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലൊരു രീതി അവലംബിക്കില്ല എന്നും താനല്ല ഇത്തരത്തിലൊരു നെഗറ്റീവ് റിവ്യൂ മനഃപൂർവ്വം സിനിമയെ തളർത്താൻ വേണ്ടി, സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് അശ്വന്ത് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച മാധവിന്റെ വാക്കുകൾ കൂടെ കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കഥ, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിന്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവുകയാണ്. അതായത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ ഒരു കോർപ്പറേറ്റ് സൈഡിൽ നിന്നുള്ള ഫണ്ടിങ് ഒന്നുമല്ല. അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് വിടുന്ന രീതിയിലും അല്ലാതെ ഒരു പരിധി കൂടുതൽ കേൾക്കുമ്പോൾ ഇതേപോലെ ഖത്തർ ബേസ്ഡ് ആള് ഇതേപോലെ നമുക്കറിയാം നമ്മളവിടെ സിനിമ ഇറക്കിയിട്ടില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ അദ്ദേഹം അത് കാണുന്നത് പൈറേറ്റഡ് കോപ്പി വഴിയായിരിക്കും. അതെങ്ങനെയാണ് അവിടം വരെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനെ എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഐ തിങ്ക് ഹി ഡിഡ്ന്റ് വാച്ച് ദ ഫിലിം. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഒരു റിവ്യൂ പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലായിരുന്നു. സോ ദാറ്റ്സ് വൺ തിങ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏത് തിയേറ്റേഴ്സാന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ചില തിയേറ്റേഴ്സിൽ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ, അതായത് ഡയറക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്രൂ ബൈ കണ്ട ഷോയിൽ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് പോയി സംസാരിച്ചിട്ട് സെക്കൻഡ് ഹാഫിലായിരുന്നു വിഷ്വൽ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും കറക്റ്റ് ലെവലിലോട്ട് വന്നത്. ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇത് ഇവിടെ ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്യത്തില്ല, പക്ഷെ തിയേറ്റർ ഓണേഴ്സായിട്ട് ഞാൻ സംസാരിക്കും. കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവരിൽ പലരും ഇത് അറിഞ്ഞുപോലും കാണത്തില്ല ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് എനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ട് തിയേറ്റർ ഓണേഴ്സിനെ കണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാര്യം അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ തീർച്ചയായിട്ടും ദാറ്റ്സ് ഓൾസോ സംതിങ് ഐ വിൽ ബി ഡൂയിങ്. ആൻഡ് എല്ലാവരും പറഞ്ഞ പോലെ, അതായത് എനിക്കൊരു പരിധി കൂടുതൽ ഈ വ്ളോഗേഴ്സിന്റെ പേരെടുത്ത് പറയുന്നതിൽ ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല, അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെയോ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരുടെ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും. ഭയങ്കര it doesn't sound like criticism or a negative review. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്.
ഐ ഡോണ്ട് തിങ്ക് ദറ്റ്സ് ഫെയർ. അഗൈൻ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സംവൺസ് വർക്ക്. അത് ഈ ഒരു പ്രോജക്റ്റിന് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടും അനിലേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് ഇതിലൂടെ ഇനി ഇതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറിന് വരാൻ കോൺഫിഡൻസ് വരട്ടെ. കാര്യം എനിക്കൊരു സിനിമ തന്നത് ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ്, ഒരു കോർപ്പറേറ്റ് അല്ല. സോ അതേപോലെ പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ സിനിമകൾ. അതിനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു പ്രതീക്ഷയോടെ മാത്രമേ ഇരിക്കുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് ഹെയ്റ്റ് ക്യാമ്പയിനിങ്. ഞാൻ ഒരുപാട് അഗൈൻ അതിൽ ഡീറ്റെയിൽ പറയുന്നില്ല. അത്യാവശ്യം ഒരു ബയസ്, ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവില് കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹെയ്റ്റ്, അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നോ ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ ഒന്ന് പഠിച്ച് എന്റെ പണി ചെയ്തു പോകാൻ നോക്കുന്ന ഒരാളാണ്. ആ എന്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത് എവിടെന്നാ വരുന്നതെന്ന്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എന്റെ ജോലിയെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ ആളെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിന്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ അല്ല. ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഐ ജസ്റ്റ് ഹോപ്പ് ഇങ്ങനെ ഒരു ബാക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടട്ടെ. അഗൈൻ ഒരു നെപ്പോ പ്രോഡക്റ്റ് ആണ് ഇരുന്ന് പറയുന്നത്. എനിക്ക് എന്റെ കയ്യിൽ നിന്നെടുത്ത് സഹായിക്കാനുള്ള ഒരു അവസ്ഥ പോലും അല്ല പനിലേട്ടന്. ബട്ട് ഗിവ് ദം an opportunity to grow. അവരുടെ സിനിമയും ഒരു ഫെയർ ലെൻസിലൂടെ കാണുക. അതായത് ഇപ്പോ എന്നോടുള്ളൊരു ഇഷ്ടക്കുറവ് കൊണ്ട് വേറൊരാളുടെ കഷ്ടപ്പാടിനെ ഇല്ലാതെ ആക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാ മേഖലയിലും അതിൻ്റെതായ നല്ലതും മോശവും ഉണ്ട്. ഈ റിവ്യൂസിനിടയ്ക്ക് തന്നെ ഇത് ഓണസ്റ്റ് ആയിട്ട് ചെയ്ത് അവരുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഏതോ ഒരു സിനിമേനെയും അനാവശ്യമായിട്ട് മോശം പറയാതെ സത്യമായ അഭിപ്രായം പറഞ്ഞു പോകുന്ന റിവ്യൂവേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ അവരുടെ തൊഴിലും കൂടെ ഇല്ലാതാക്കി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇത് സെലക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് അതേപോലെ അവർ ചെയ്യുന്ന മിസ്റ്റേക്കിന് നമ്മൾ അതിനുള്ള ലീഗൽ ആക്ഷൻ സീക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം ഇത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. ഇതും അവസാനത്തെ സിനിമയാക്കാനാണ്, ഇങ്ങനെ അവഹേളിക്കപ്പെടുന്ന അവസാനത്തെ സിനിമയാക്കി മാറ്റാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. ഇനിയും നല്ല സിനിമകൾ ഇറങ്ങാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇൻഡിപെൻഡന്റ് ആയ പ്രൊഡ്യൂസേഴ്സിന് റിസ്ക് എടുക്കാൻ തോന്നണം. അതിനുള്ള ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് സേഫ്റ്റി മലയാളം സിനിമ കൊടുക്കണം. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓടുന്നത്.